ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാനി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ലീഫി പ്ലാന്റാണ് പരിചയപ്പെടുന്നത്. ചെടിയുടെ പേര് കോസസ് വാരിഗേറ്റ എന്നാണ്. നല്ല ഭംഗിയിൽ നല്ല ബുഷിയായിട്ട് വളരുന്നൊരു പ്ലാന്റാണ്. ഒരു ഔട്ട്ഡോർ പ്ലാന്റാണ്. ഇൻഡോറായിട്ട് വെക്കാം, പക്ഷേ കുറച്ച് ഒരു വെളിച്ചം കിട്ടുന്ന ഏരിയയിലൊക്കെ ഇൻഡോറായിട്ട് വെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഔട്ട്ഡോറായിട്ട് വെച്ചിട്ടുള്ള കുറച്ച് ചെടികളാണിത്. ഇതിൻ്റെ മെയിൻ്റനൻസും അതേപോലെ വളപ്രയോഗമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ചെടികൾക്ക് മെയിനായിട്ട് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി തന്നെയാണ്. റീപോട്ടിങ്ങിൻ്റെ സമയത്തും അല്ലാതെ നമ്മൾ ഇടയ്ക്ക് മണ്ണിളക്കി കൊടുത്തിട്ടൊക്കെ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. വളം കൂടുന്നതനുസരിച്ച് നല്ല രീതിയിൽ താഴ്ച വളരുന്നൊരു ചെടിയാണ്. ഈ ചെടി കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കാനുണ്ട്. കട്ട് ചെയ്ത് മാറ്റുന്ന തണ്ടുകൾ നമുക്ക് പുതിയ പ്രൊപ്പഗേഷന് വേണ്ടി എടുക്കാൻ പറ്റും. അതേപോലെ റീപോർട്ട് ചെയ്യുന്ന സമയത്തും ചെടി നമുക്ക് പുതിയ പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കട്ടിങ്ങൾ കൊണ്ട്. ചെറിയ പോട്ടിൽ വരെ ഈ ചെടികൾ വളരുന്നതാണ്. നമ്മൾ ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്തായിരുന്നു. ഇപ്പോൾ നിറയെ വേരുകളൊക്കെ ആയിട്ട് മഴയത്ത് താഴ്ച വളർന്നിട്ടുണ്ട്. ഇതിൽ പൂക്കളുണ്ടാവും. മെച്ചോർഡായ പ്ലാന്റിൽ ചെറിയ പൂക്കളൊക്കെ ഉണ്ടാവും. നമുക്കിതുവരെയും പൂക്കൾ ആയിട്ടില്ല. അപ്പോൾ ഈ തണ്ടുകളൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാം. കുറച്ച് ഉണങ്ങിയ തണ്ടുകളൊക്കെ നമ്മൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം തന്നെ ചെടി കാണാനൊരു ഷേപ്പായി മാറിയിട്ടുണ്ട്. ഈ ചെടികൾ നമുക്ക് ഒരു ഗാർഡൻ ഏരിയയിലൊക്കെ നമുക്ക് ബോർഡറിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ്. ചെറിയൊരു തൈകൾ നമ്മൾ വാങ്ങിച്ചാൽ തന്നെ നമുക്ക് കുറേ ചെടികൾ അതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഗാർഡൻ്റെ അരികിലൂടെയൊക്കെ വെച്ച് കൊടുത്താൽ ഒരേ ഭാഗത്തേക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നിർത്തുന്ന സമയത്ത് കൂടുതൽ ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വെറൈറ്റിയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.